ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതും കളക്ഷൻ നേടിയതുമായ ചിത്രങ്ങളിലൊന്നാണ് അവതാർ. ഇപ്പോഴിതാ അവതാർ സീരീസിലെ മൂന്നാമത്തെ സിനിമ പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ്. ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതും കളക്ഷൻ നേടിയതുമായ ചിത്രങ്ങളിലൊന്നാണ് ജെയിംസ് കാമറൂൺ ഒരുക്കിയ അവതാർ. വമ്പൻ വിജയമായ ആദ്യ ഭാഗത്തെ പിൻപറ്റി 2022 സിനിമയ്ക്കൊരു രണ്ടാം ഭാഗവുമുണ്ടായി. ഇപ്പോഴിതാ അവതാർ സീസണിലെ മൂന്നാമത്തെ സിനിമ പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ്. അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന മൂന്നാം ഭാഗത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞ ദിവസം ലോസ് ആഞ്ചലസിൽ വെച്ച് നടന്നിരുന്നു. ഇപ്പോഴിതാ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങളും പുറത്തുവരികയാണ്. മികച്ച പ്രതികരണമാണ് പ്രീമിയർ ഷോ കഴിയുമ്പോൾ സിനിമയ്ക്ക് ലഭിച്ചത്. ആദ്യ രണ്ട് ഭാഗങ്ങളെ പോലെ ഗംഭീര വിഷ്വൽ ട്രീറ്റാണ് സിനിമയെന്നും ജെയിംസ് കാമറൂൺ അത്ഭുതപ്പെടുത്തിയെന്നുമാണ് റിവ്യൂസ്. ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം ഞെട്ടിച്ചെന്നും അഭിപ്രായങ്ങളുണ്ട്. വളരെ ഇമോഷണലായ കഥയാണ് അവതാർ 3 എന്നും സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ മികച്ചു നിൽക്കുന്നുവെന്നും ചിലർ എക്സിലൂടെയും കുറിക്കുന്നുണ്ട്. സിനിമയുടെ കഥയിൽ ആവർത്തന വിരസതയുണ്ടെന്നും എന്നാൽ വിഷ്വലുകൾ കൊണ്ട് കാമറൂൺ അതെല്ലാം മറികടന്നു എന്നുമാണ് മറ്റഭിപ്രായങ്ങൾ. ചിത്രം ഡിസംബർ 19 ആഗോളതലത്തിൽ പുറത്തിറങ്ങും. ആദ്യ രണ്ട് ഭാഗങ്ങളിലെ കഥാപാത്രങ്ങൾക്കൊപ്പം പുതിയ ചിലരും ഈ മൂന്നാം ഭാഗത്തിലുണ്ട്. 2D 3D IMAX സ്ക്രീനുകളിലായി ചിത്രം പുറത്തിറങ്ങും. ജെയിംസ് കാമറൂൺ, റിക് ജാഫ, അമാൻഡ സിൽവർ എന്നിവർ ചേർന്നാണ് സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത്. സാം വർത്തിങ്ടൺ, സോ സാൽഡാന, സിഗോർണി വീവർ, സ്റ്റീഫൻ ലാങ്, ജിയോവന്നി റിബീസി, കേറ്റ് വിൻസ്ലെറ്റ് എന്നിവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. 2022 പുറത്തിറങ്ങിയ സിനിമയുടെ രണ്ടാം ഭാഗമായ അവതാർ ദി വേ ഓഫ് വാട്ടർ ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. $350 മില്യൺ അണിയിച്ചൊരുക്കിയ സിനിമ ആഗോളതലത്തിൽ നിന്നും നേടിയത് $2 ബില്യൺ മുകളിലാണ്. സിനിമയുടെ വിഷ്വൽ എഫക്റ്റിനും 3Dക്കും കയ്യടി ലഭിച്ചിരുന്നു. നാഷണൽ ബോർഡ് ഓഫ് റിവ്യൂവും അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും 2022 മികച്ച 10 ചിത്രങ്ങളിൽ ഒന്നായി ദി വേ ഓഫ് വാട്ടറിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.